വയനാട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന AI ഫെൻസിംഗ് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്താൻ വനമന്ത്രി AK ശശീന്ദ്രൻ നേരിട്ടെത്തി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരം ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതി വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി പ്രതികരിച്ചു. കൽമതിലും ട്രെഞ്ചും ഹാങ്കിംഗ് ഫെൻസും മറികടന്നെത്തുന്ന വന്യമൃഗങ്ങൾ വയനാടിനെ വിറപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 70 മീറ്റർ നീളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ AI ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. പാമ്പ്ര ചേലിക്കൊല്ലിയിലാണ് നിർമ്മാണം. പദ്ധതി വിജയം കാണുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതീക്ഷ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോഴത്തെ ഒരു പുതിയ മെത്തേഡാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു ഏർലി വാർണിംഗ് അലാറം ഉണ്ടാവും. നമുക്ക് ഇവിടുന്ന് അലാറം കിട്ടും, നാട്ടുകാർക്ക് കിട്ടും, റോഡിൽ അതിൻ്റെ ക്യാമറ ഉള്ളവർക്ക് കിട്ടും, നമ്മുടെ ഹെഡ് ഓഫീസിൽ കിട്ടും, ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടറിൽ കിട്ടും, DFOൻ്റെ ഓഫീസിലും കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടുന്ന് ആരും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അവിടുന്ന് വിവരം കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റം ഈ ആധുനിക സംവിധാനത്തിനനുസരിച്ച് സിസ്റ്റവും കുറച്ചും കൂടി സയൻറ്റിഫിക് ആക്കേണ്ടി വരും. ആനകൾ 50 മീറ്റർ അടുത്തെത്തുമ്പോൾ തന്നെ അപകട സിഗ്നൽ ലഭിക്കുമെന്നതാണ് പ്രത്യേകത. ആനയ്ക്ക് മറച്ചിടാൻ കഴിയാത്ത വിധം ഇലാസ്തികതയുള്ളതാണ് സംവിധാനം. 78 ലക്ഷം രൂപയാണ് 70 മീറ്റർ ഫെൻസിംഗിന്റെ ചെലവ്. നിർമ്മാണം പൂർത്തിയായാൽ കുങ്കിയാനകളെ ഇറക്കിയാകും ഫെൻസിന്റെ ക്ഷമത പരിശോധിക്കുക. 24 വയനാട്.